ഹായ് ഫ്രണ്ട്സ്, എ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം പരിചയപ്പെടാത്തതെന്ന് വിചാരിച്ചു നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പി ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇത് വൈകുന്നേരമായിട്ട് ഇത് കലക്കി വെക്കുന്നത്. അപ്പോൾ അന്നേരം എടുത്ത വീഡിയോയാണ്. അപ്പം ഞാൻ അതിലേക്ക് 2 കപ്പ് നമ്മുടെ ഈ ബോധിനി ദോശ പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക്. അതിന് ശേഷം നമ്മളിത് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും അരയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് അരച്ചെടുക്കുക. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കണ്ടപ്പോഴത്തേക്കും സമയമൊക്കെ പോയായിരുന്നു ഇത്. അതാണ് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചോറ് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. കാരണം ഉഴുന്നും അരിയെല്ലാം കൂടി ഇതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ ഇതിൽ. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു. അപ്പോൾ നമ്മൾ ശരിക്കും അല്ലാതെ ഉഴുന്നും അരിയൊക്കെ അരച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ അടുത്തത് ഞാൻ ഇതേപോലെ അരച്ചെടുത്തു. അങ്ങനെ 2 നിറത്തായിട്ട് അരച്ചെടുക്കാനുള്ള മാവായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് ചോറും കൂടെ, അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചാലും നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് മിക്സാക്കി കൊടുക്കുകയാണ്, അതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം പിറ്റത്തെ ദിവസം തുമ്മിക്കുട്ടന് ഉപജില്ലാ കലോത്സവത്തിന് പോകാനുള്ള കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈക്ക് ഇളക്കി വെക്കും കേട്ടോ. അപ്പം വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാനിത് ഇളക്കി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ചു. അതിന് ശേഷം നമുക്കിതൊരു 10 മണിക്കൂറൊക്കെ പുളിക്കാൻ വെക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു 4:30 ആയപ്പോൾ ഏറ്റപ്പോഴത്തേക്കും നന്നായിട്ട് ഇത് പുളിച്ച് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് ചുട്ട് തുടങ്ങിയായിരുന്നു. കാരണം ഇത് നന്നായിട്ട് പുളിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഏക്കാനായിട്ട് കുറച്ച് വൈകിയും പോയത് കാരണം കൊണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ദോശക്കല്ല് അടുപ്പത്ത് ഇരിപ്പുണ്ട് കേട്ടോ. നന്നായിട്ട് പുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും നമ്മൾ ശരിക്കും ആ അരിയൊക്കെ നമ്മളല്ലാതെ രീതിയിൽ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിലൊക്കെയുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ലതായിട്ട് എനിക്കിപ്പോൾ ഇത് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്ക് സമയം ഒരുപാടായായിരുന്നു. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ ഇപ്പം പഞ്ചസാരയൊക്കെ ഇട്ട് തിന്നാനാണ് നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി. അപ്പം ഞാനങ്ങനെ തിന്നുമായിരുന്നു. ഇന്ന് എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം തൊമ്മക്കുട്ടിന് ഒരു 7:30 ആകുമ്പോഴത്തേക്കും പോകണം, വണ്ടി വരും. അപ്പോഴത്തേക്കും അവനെ കയറ്റി വിടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പെട്ടെന്ന് ദോശ ചുടുവാണ്. പിന്നെ കറിയും ചോറും ഒക്കെ കൊടുത്തു വിടണം. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലതായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവന് ചമ്മന്തി വേണ്ടാന്ന് പറഞ്ഞാൽ കൂടി ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തു വിടുന്നത്. പിന്നെ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കോവയ്ക്ക നന്നായിട്ട് കഴുകി വെള്ളത്തിലേക്കാണ് ഞാൻ അരിഞ്ഞിടുന്നത് കേട്ടോ, അതിൻ്റെ കറയൊക്കെ പോകാനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും നമ്മുടെ കാന്താരി മുളകും കൂടി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചാട്ടോ ഞാനിന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മളിത് കടയിൽ നിന്ന് മേടിച്ച് കോവയ്ക്കാണ് കൊണ്ട് ഒരുപാട് പഴുത്ത കോവയ്ക്ക ഉണ്ടായിരുന്നേ. പിന്നെ അവന് മുട്ട ചിക്കിയത് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇതിലേക്ക് ഞാൻ ഉള്ളിയും ഒരു 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകും ഉണ്ട്. അപ്പോൾ അവന് കൊടുത്തിപ്പോണം, കുട്ടികൾക്കെല്ലാം കൊടുത്ത് കഴിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമാണ്, കൊടുക്കണം. അതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയോട്ടെ. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കോവയ്ക്കയുടെ കാര്യം നോക്കുന്നുണ്ട്. കാരണം വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതിന് മുന്നിൽ തന്നെ കറിയെല്ലാം റെഡിയായി. ചോറ് നമ്മൾ വൈകുന്നേരം തന്നെ ശരിയാക്കി വെച്ചാലും കൊണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ എനിക്ക് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതാണ് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഇതിൽ ഉളുമ്പ് മണമൊക്കെ മാറി കിട്ടും. കാരണം മുട്ടയല്ലേ, തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഉളുമ്പ് മണമൊക്കെ വരുവേ. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി വെച്ച് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവൻ ഇഞ്ചി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുപോകാൻ കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് അപ്പോൾ ആദ്യമേ നമ്മുടെ വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് നമുക്ക് സമയവും ലാഭിക്കുക. അതേപോലെ തന്നെ 2 തവണ എണ്ണ ഒഴിക്കുകയൊന്നും വേണ്ടല്ലോ. നമുക്ക് ആ മുട്ടയ്ക്ക് എടുക്കുന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവനാണെ മത്സരത്തിന് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് അവന് പോകുന്നത് മലയാള അഭിനയഗാനത്തിനാണ്. അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മുളകൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ.
നമ്മൾ തേങ്ങയൊക്കെ ഇട്ടാണെങ്കിൽ നമ്മൾ മുട്ട ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മുട്ട കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ഉളുമ്പിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുക കേട്ടോ. അപ്പോഴും നമ്മുടെ കോവയ്ക്ക ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ കോവയ്ക്ക വെന്ത് വരുന്നതേ ഉള്ളൂ. ഇനി ഇതേപോലെ മുട്ടയൊന്ന് ചിക്കി പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മുട്ട പൊരിച്ച് കൊടുക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിമാങ്ങ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ 2 കുഞ്ഞു കഷ്ണം ഇഞ്ചിമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മാങ്ങയുടെ സ്മെല്ലേ ഉള്ളതിന് എനിക്ക് പത്തലമുളകും പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു ചുള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ചമ്മന്തി ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ആദ്യമൊന്നും ഇഞ്ചി മാങ്ങാ ചമ്മന്തി ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ അരച്ചതിന് ശേഷം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാനിതെല്ലാം കൂടി ഒന്ന് ഓരോ പാത്രത്തിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ ചമ്മന്തിയൊക്കെ മാറ്റി വെക്കും. അപ്പോൾ അവന് തൊമ്മക്കൂട്ടന് ഇനി അടുത്ത് നിന്നിട്ട് അത്രയും വേണം ഇത്രയും വേണം എന്നൊക്കെ പറഞ്ഞ് തന്നുകൊണ്ടിരിപ്പുണ്ട്. ഇത് ഞാനത് നന്നായിട്ട് നിറച്ചെടുക്കുക കേട്ടോ. കാര്യം ചെറിയ പാത്രമാണ്, അതിലേക്ക് കുറേ ചമ്മന്തി കൊള്ളു കേട്ടോ ഈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക്. അപ്പം നമ്മുടെ ചമ്മന്തി എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ചമ്മന്തി പാത്രം റെഡിയായിട്ടോ. അവന് ഇതിൻ്റെ എല്ലാം മേൽനോട്ടമായിട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അതിനുശേഷം ഞാൻ മുട്ടയും ഒരു പാത്രത്തിലേക്ക് എടുത്തു. അപ്പോൾ അത് മുട്ടയും വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. മുട്ട നമ്മൾ ചോറിനകത്തിട്ട് കഴിഞ്ഞാൽ നല്ല തുളുമ്പ് മണം വരുമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. അതിനുശേഷം ചോറും കൂടെ, അതിനുശേഷം നമുക്ക് ദോശയും കൂടെ ഇതാക്കണമായിരുന്നു കേട്ടോ. കുറച്ചധികം ദോശയൊക്കെ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ മറ്റ് കാപ്പിയൊക്കെ കഴിക്കാതെ വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അവനാണെങ്കിൽ പഞ്ചസാര ഇടാനായിട്ട് അടുത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഞ്ചസാര അവിടെ ഇട്ട് ഇവിടെ ഇടുമെന്നും പറയുന്നുണ്ട്. ഇപ്പം ഞാൻ അടച്ചു വെച്ചതാണ് പഞ്ചസാര ഇടാതെ. വീണ്ടും എന്നെക്കൊണ്ട് തുറപ്പിച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് അവനെ അത് അടയ്ക്കാനായിട്ട് സമ്മതിച്ചത്. പിന്നെ കുപ്പി കഴുകി നമ്മൾ വാട്ടർ ബോട്ടിൽ കഴുകി ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. അതിനുശേഷം ചോറ്റുപാത്രത്തിലേക്ക് നമ്മൾ ചോറ് നിറച്ച് കേട്ടോ. ഈ ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള, കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം 1ലും നഴ്സറിയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പാത്രമാണ്. ആ പാത്രത്തിൽ തന്നെ എൻ്റെ മോനും, അവനിപ്പം 2ാം ക്ലാസ്സിലായി, അവർക്ക് ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, ചോറൊക്കെ ഉണ്ട് സ്കൂളിൽ. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ഈ പാത്രം എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇതിനൊരു കേടുമില്ല. ഇപ്പോഴും അവൻ ആ പാത്രത്തിലാണ് ചോറ് കൊണ്ടുപോയി. ഇതിനകത്ത് കോവയ്ക്ക മെഴുക്കുവരട്ടി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു, കാപ്പി കൂടി കഴിഞ്ഞു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. തൊമ്മക്കൂട്ടൻ സന്തോഷമായിട്ട് കലോത്സവത്തിന് പോവുകയാണ്. ഇവർക്ക് മേരികുളത്ത് വെച്ചാണ് കേട്ടോ കലോത്സവം. അപ്പോൾ അവൻ ആദ്യമായിട്ട് പോകുന്നതിന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അവൻ പോകുമ്പോൾ ഭയങ്കര വിഷമം. ഞാനിനി ഒറ്റയ്ക്ക് സ്കൂളിൽ പോകണമല്ലോ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഭയങ്കര മിസ്സിങ്ങാണ്. എന്നാലും ഞാൻ അവൻ്റെ കൂട്ടത്തിൽ തന്നെ കയറിപ്പോയി. ഒരു 7:30 ആറായപ്പോഴത്തേക്കും ഞങ്ങൾ കയറിപ്പോയിട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വീഡിയോസോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. കാരണം എനിക്ക് സ്കൂളിൽ ചെന്നതിന് ശേഷം വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും സമയമില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ അവനെ കയറ്റി വിട്ടു, വഴിയിൽ കൊണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെയൊക്കെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ജോലികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ഇതുപോലെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ.